ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം NCC ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ വിഭാഗങ്ങളിലെ NCC കേഡറ്റുകൾ ട്രാഫിക് പോലീസിനോടൊപ്പം ഒരു ദിവസം എന്ന പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ 20 സ്ഥലങ്ങളിലായി ഏകദേശം 200ഓളം NCC കേഡറ്റുകളും മറ്റ് സ്റ്റാഫുകളും ട്രാഫിക് പോലീസുമായി ചേർന്ന് പ്രവർത്തിച്ചു. ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ ജോലിക്കിടെ നേരിടുന്ന വെല്ലുവിളികളും ഉത്തരവാദിത്തങ്ങളും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും പൊതുജനമധ്യത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ കേഡറ്റുകൾക്ക് പ്രായോഗിക പരിശീലനം നേടുന്നതോടൊപ്പം സമൂഹവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള ലക്ഷദ്വീപ് NCC അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ രമേശ് ഷൺമുഖം, തിരുവനന്തപുരം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദ് കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്, കമാൻഡിംഗ് ഓഫീസർ കേണൽ സുനിൽകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. VK പ്രശാന്ത് MLAയുടെ നേതൃത്വത്തിൽ നടന്ന ജോബ് ഫെയറിൽ 4762 ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു. 2500-ലധികം തൊഴിലവസരങ്ങളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. 130ഓളം തൊഴിൽദായകർ മേളയിൽ പങ്കെടുത്തു. ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ സ്പോട്ട് രജിസ്ട്രേഷനും സൗകര്യമൊരുക്കിയിരുന്നു. ഭീമാപ്പള്ളി സർക്കാർ UP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരം പദ്ധതിയുടെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 1,25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 596.9 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇരുനില മന്ദിരത്തിൽ 8 ക്ലാസ് മുറികൾ, ആക്ടിവിറ്റി റൂം, കമ്പ്യൂട്ടർ ലാബ്, സ്റ്റാഫ് റൂം, ഡൈനിങ് ഹാൾ, ഓഡിറ്റോറിയം, അടുക്കള, ശുചിമുറികൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം സൗത്ത് URCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വർണ്ണക്കൂടാരം പദ്ധതി പൂർത്തിയാക്കിയത്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നതിനും തിരുവനന്തപുരം റൂറൽ പോലീസ്, എക്സൈസ്, ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു. തിരുവനന്തപുരം DIG അജിത ബീഗം വിഷയാവതരണം നടത്തി. V ശശി MLA, സബ് കളക്ടർ ആൽഫ്രഡ് OV, തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ KS, DFO ഷാനവാസ്, നെടുമങ്ങാട് RDO ജയകുമാർ, എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം നേടിയ ആര്യനാട് ഗ്രാമപഞ്ചായത്തിനും ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബശ്രീ CDSനുള്ള അംഗീകാരം ലഭിച്ച ആര്യനാട് കുടുംബശ്രീക്കും സ്വീകരണം നൽകി. മന്ത്രി GR അനിൽ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. G സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് സബ് കമ്മിറ്റികളുടെ സംയുക്ത അവലോകന യോഗം തമ്പാനൂർ ശിക്ഷക് സദനിൽ ചേർന്നു. മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മേളയോടനുബന്ധിച്ച വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, കലാസാംസ്കാരിക പരിപാടികൾ, പുസ്തകമേള, കാർഷിക വിപണനമേള, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയവ ക്രമീകരിക്കുന്നുണ്ട്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്. പള്ളിച്ചൽ വാർഡിൽ പുതുതായി നിർമ്മിച്ച പൂവട വാട്ടർ ടാങ്കിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. പൂവട വാട്ടർ ടാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പള്ളിച്ചൽ, വിളവൂർക്കൽ, ബാലരാമപുരം പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനാകും. നബാർഡിൽ നിന്നും 10.24 കോടി രൂപ ചെലവിൽ 8.7 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂതല ജലസംഭരണിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. IB സതീഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.